ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇന്നത്തെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം. ഓക്കെ, ഇന്ന് വന്നിട്ടുള്ള കാർഡുകൾ പേജ് ഓഫ് വാൺസ്, 6 ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് വാൺസ് ആണ്. ഓക്കെ, അപ്പോൾ പേജ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്നലെ വരെ ചിന്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഉത്സാഹത്തോടെയാണ് ഇന്ന് കാണപ്പെടുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു പാഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു. അപ്പോൾ അധികം ആലോചിച്ച് നിൽക്കാതെ നിങ്ങൾ വേഗം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ഒരു പുതിയ തുടക്കം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ചിലർക്കൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് ഓഫർ ആയിരിക്കാം. ഇന്നൊരു ജോബ് ഓഫറിൻ്റെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നിങ്ങളുടെ ഒരു നൊസ്റ്റാൾജിക് മൊമെൻറ്റ്, അല്ലെങ്കിൽ പഴയകാല ഒരു സുഹൃത്തിനെ കാണാനും സംസാരിക്കാനും അടുത്തിനും സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. ചിലർക്കത് എക്സ് ആയിരിക്കാം, അതായത് മുന്നേ വിട്ടുപിരിഞ്ഞു പോയ റിലേഷൻഷിപ്പുള്ള വ്യക്തികളാണെങ്കിൽ അവരുടെ എക്സിനെ കാണുന്നു, അവരുമായിട്ട് അടുത്തിരുന്ന് സംസാരിക്കാനും ഒക്കെയുള്ളൊരു ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ചിലർക്കത് ജോബ് ഓഫറാണ് കേട്ടോ. പിന്നെ അടുത്തത് ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ക്യൂൻ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നത്തേനെക്കാട്ടിലും നല്ലൊരു വർക്ക്ഫോളിക്കായിട്ടും പുതിയ രീതിയിൽ ഇന്ന് കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തോന്നുന്നു. ഒരു പക്വതയോടെയുള്ള തിങ്കിങ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളത് കാണുന്നു. ഒരു ക്യൂനിൻ്റെ എനർജിയാണെന്ന്, അതുകൊണ്ട് തന്നെ വളരെയധികം ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരാനും സാധ്യതയുണ്ട് കേട്ടോ. ഒരു ക്യൂനിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ക്യൂൻ നമുക്കറിയാലോ, ഒരു ആജ്ഞ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ മറ്റുള്ളവരെ കുറ്റം പറയുവാനുള്ള ഒരു ചാൻസ് ഇന്ന് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക, അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. മറ്റുള്ളവരെ കുറ്റം പറയാനും നിൽക്കണ്ട, പോസിറ്റീവായി ചിന്തിക്കുക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റായി തോന്നുന്നുണ്ടെങ്കിൽ നന്നായി ഒന്ന് ബ്രീത്ത് ചെയ്ത് ഒന്ന് കാമാവുക, അതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ നിങ്ങൾ ഒരു ഫ്രണ്ടിനെ കണ്ടോന്നും അല്ലെങ്കിൽ എക്സിനെ കണ്ടോന്നും അങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നല്ലൊരു തുടക്കം ഉണ്ടാകുമെന്നുള്ളതും അറിയിക്കുക കമൻറ്റിലൂടെ. ഓക്കെ, ഈ എനർജി നിങ്ങളിലേക്ക് എത്തുവാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. പോസിറ്റീവായിരിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായി പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എനർജി, പോസിറ്റീവായിട്ടുള്ള എനർജി എല്ലാം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.